ഞാൻ അഭിനയം തുടങ്ങിയത് ഒരു പ്രൊഫഷനായിട്ട് തുടങ്ങിയത് ഒരു 56 വർഷമായി. അഭിനയം മാത്രമല്ല, ഞാൻ കോളേജ് കഴിഞ്ഞ് ഒരു 10-13 വർഷത്തോളം നാടകത്തിലായി. അച്ഛൻ്റെ കൂടെ വിശ്വകേന്ദ്ര കലാസമിതി സ്വന്തം സമിതി. അച്ഛന് എൻ്റെ അമ്മ, എൻ്റെ ചിത്ത, അച്ഛൻ്റെ പെങ്ങള്, എൻ്റെ സിസ്റ്റർ, ഞങ്ങളെല്ലാവരും നടികന്മാരായിട്ടൊരു ഗ്രൂപ്പായിരുന്നു. അവിടെ 10-13 വർഷം ഞങ്ങളുടെ ഗ്രൂപ്പിൽ മാത്രം അഭിനയിച്ച നടികന്മാരുണ്ടായിരുന്നു. ഈ ഓരോ വർഷം ഓരോ നാടകം കളിക്കുമ്പോൾ എല്ലാവരും വ്യത്യസ്തമായ കഥാപാത്രങ്ങളാണ് ചെയ്യുന്നത്. അത് അച്ഛനാണ് ഡയറക്ട് ചെയ്യുന്നത്. ഹൗ ടു മേക്ക് എ ക്യാരക്ടർ, എങ്ങനെയാണ് കഥാപാത്രത്തെ സൃഷ്ടിക്കുന്നത് എന്ന് അച്ഛൻ ഓരോരുത്തർക്കും ഈ കഥാപാത്രം എന്താണെന്നും ഇവിടെ ജനിച്ചു എത്തിപ്പെട്ടത് ഇപ്പൊ അയാൾ എവിടെ നിൽക്കുന്നു, അങ്ങനെ ഒരു കഥാപാത്രം എന്താണെന്നുള്ളത് നടന്നിട്ടുണ്ട്. അയാളുടെ മനസ്സിലേക്ക് എത്തിക്കുന്ന ഒരു പ്രക്രിയയാണ് അച്ഛൻ. ഇത് കണ്ടുകൊള്ളുന്ന ആളാണ്. അത് ഞങ്ങളുടെ കൂടെയുള്ള പല നടികന്മാരും അത്ഭുതകരമായിട്ടുള്ള കഥാപാത്രങ്ങളായി മാറുന്നത് ഞാൻ കണ്ടിട്ടുള്ളൂ. ആ ഒരു എക്സ്പീരിയൻസ് അത് വേറെ യൂണിവേഴ്സിറ്റി കിട്ടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. എന്റെ ഏറ്റവും വലിയ ഭാഗ്യം ഞാൻ എംപിയുടെ മകനായിട്ട് ജനിച്ചു. അങ്ങനെ ഒരു നാടക ഗ്രൂപ്പിൽ പ്രവർത്തിക്കാൻ പറ്റി. ഇത്രയും മലയാളത്തെ മിക്ക നടികന്മാരും നാടകമായ ഉർവശിയുടെ അച്ഛൻ ദീപി നായർ, അങ്ങനെയുള്ള അനവധി നടികന്മാർ മലയാളത്തിൽ, ഇവരെല്ലാം ഞങ്ങൾ നാടക ഗ്രൂപ്പിൽ അഭിനയിച്ചിട്ടുണ്ട്. അവരൊക്കെ അത്ഭുതകരമായ കഥാപാത്രങ്ങളെ സൃഷ്ടിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അതായത് എങ്ങനെയാണ് കഥാപാത്രം അല്ലെങ്കിൽ ഇന്ന് തോന്നുന്ന രീതിയിലുള്ള മാറ്റമാണ് സൃഷ്ടിക്കുന്നത്. അപ്പൊ അത് കണ്ട് വളരാനുള്ള ഭാഗ്യം എനിക്കുണ്ടായി. പിന്നെ സിനിമയെ വന്നപ്പോൾ ഞാൻ 33 കൊല്ലം സിനിമയിൽ വളരെ സജീവമായിരുന്നു. അപ്പൊ 43 വർഷം സിനിമ മാത്രം. ഈ ഇത്രയും വർഷം വളരെ വ്യത്യസ്തരായ ഇതുപോലുള്ള സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ് അവരുടെ കൂടെയൊക്കെ വർക്ക് ചെയ്യാൻ പറ്റി. മമ്മൂട്ടി, മോഹൻലാൽ, ഭീമന്മാരുടെ കൂടെ അഭിനയിക്കാൻ പറ്റി. അപ്പൊ എനിക്കും പറ്റിയത് എനിക്കും ഭാഗ്യമാണ്. വ്യത്യസ്തമായ കഥാപാത്രങ്ങൾ അഭിനയിക്കാൻ പറ്റി. അത് എത്രയും വ്യത്യസ്തമാക്കാൻ പറ്റുമോ അത് വ്യത്യസ്തമാക്കാൻ ഞാൻ ശ്രമിച്ചു. അതുകൊണ്ട് ഞാനൊരു കഥാപാത്രത്തെ അഭിനയിക്കുന്നത് എന്റെ മോഹം കൊണ്ടല്ല ഞാൻ അഭിനയിക്കുന്നത്, എന്റെ മനസ്സുകൊണ്ട് ഞാൻ കഥാപാത്രമാകാൻ ശ്രമിക്കും. അത് എത്രമാത്രം ഭംഗിയാണെന്നുണ്ട് ചിലതൊന്നും വിചാരിക്കുന്നത് പറ്റുകയില്ല. പിന്നെ ഒരേ പാറ്റേൺ മുഖ്യമന്ത്രി, ഞാൻ എത്ര മുഖ്യമന്ത്രി അഭിനയിച്ചിരിക്കുന്നു, എത്ര പൊളിറ്റീഷ്യൻ അഭിനയിച്ചിരിക്കുന്നു. ഒരു പരിധിക്ക് അപ്പുറത്തെ വ്യത്യാസമാക്കാൻ പറ്റും. എന്റെ ഈ ഭാവം, എന്റെ ശരീരം, എന്റെ പറഞ്ഞ പോലെ എന്റെ കൈയും കാര്യമൊക്കെ നോക്കുകയൊക്കെ മാക്സിമം ഞാൻ ട്രൈ ചെയ്യും വ്യത്യസ്തമാക്കും. പിന്നെ ഈ ഡയറക്ടർ പറയുന്നത് മുരളി ഗോപി സ്ക്രിപ്റ്റ് എഴുതിയപ്പോൾ മുരളി ഗോപി ആ കഥാപാത്രം എങ്ങനെയായി ചേട്ടാ ഈ മുഖ്യമന്ത്രി, മറ്റൊരു മുഖ്യമന്ത്രി വേറെ രീതിയിലാണ്. ഇപ്പൊ ഞാൻ രാജു ഭദ്രാജന്റെ പടമുണ്ട്, അയാൾ നോബഡി, അല്ലാതെ മുഖ്യമന്ത്രിയാണ്. അത് വേറെ ടൈപ്പാണ് അദ്ദേഹത്തിന്റെ സ്വഭാവം. അപ്പൊ എങ്ങനെയാണ് സ്വഭാവക്കാരാണെന്നുള്ളത് സ്ക്രിപ്റ്റ് റൈറ്റർ പറയും. പിന്നെ ഡയറക്ടർ ഓരോ സീൻ പറയുമ്പോൾ അതിനുണ്ടിപ്പം ഞാൻ ഫുൾ സ്ക്രിപ്റ്റ് വായിച്ചതല്ലായിരുന്നു. അപ്പൊ ഇതിന്റെ ഓരോ സീക്വൻസ് എടുക്കണം, അങ്ങനെയാണ് ഈ സിറ്റുവേഷൻ, അങ്ങനെയായിരുന്നു. ഇത് പറയുമ്പോൾ നമ്മൾ ബോധം ഉണ്ടാകും നമ്മുടെ മനസ്സിൽ. ആ മനസ്സാണ് ഇതെല്ലാം പ്രവർത്തിക്കുന്നത്. ഇങ്ങനെയുള്ള ആൾക്കാരോട് പ്രവർത്തിക്കാൻ പറ്റുന്നുള്ളതാണ് ഷാജയുടെ കൂടെ അഭിനയിക്കുന്നത്. വലിയ ഭാഗ്യമാണ്. അദ്ദേഹം ഉപയോഗിച്ച് തമിഴ് ഇങ്ങനെ മലയാളത്തിൽ അദ്ദേഹം മലയാളിയാണ്. അദ്ദേഹത്തിന് തമിഴും മലയാളം അദ്ദേഹത്തിന് ഏത് റേഞ്ചിലും പോകാൻ പറ്റും. അദ്ദേഹം തമിഴ് ചെയ്യുമ്പോൾ തമിഴ് പലപ്പോഴും പലതും ചിലപ്പോൾ എക്സാജറേഷൻ വേണം. പക്ഷെ ഇപ്പൊ അതില്ല. ഇപ്പൊ പലരും വളരെ റിയലിസ്റ്റിക് ആയിട്ടാണ് അവിടെ ചെയ്യുന്നത്. പണ്ട് ശിവാജി സാഹിബിന്റെ കാലഘട്ടം മുതൽ ഉള്ളൊരു ശീലമാണ്. അത് മാറി വരുന്നുണ്ട് ഇപ്പൊ. അപ്പൊ ഇദ്ദേഹം അങ്ങനെ അതിന് നമുക്കങ്ങനെ പെടുത്താൻ തമിഴ് നടന്നോ മലയാളത്തിൽ വിവക്ഷിച്ച് പറയാൻ പറ്റില്ല. എവിടെ നടന്നാണ് ആതിഥ്യമായിട്ട്. അത് അദ്ദേഹം ഈ സിനിമ കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നത്. അപ്പൊ നമ്മുടെ നിന്ന് അഭിനയിക്കും ഞങ്ങൾ തോന്നി എന്നൊക്കെ പറഞ്ഞു ചോദിക്കും. അദ്ദേഹം കൂടെ ഒന്ന് അഭിനയിക്കും നമുക്ക് ക്യാരക്ടർ. പിന്നെ അവസാന നിമിഷം എന്നെ വെടിവെക്കുന്ന സമയത്തൊക്കെ ഇദ്ദേഹം നോക്കുമ്പോൾ ഞാനെങ്കിലും ഭയം തോന്നണമെങ്കിൽ അദ്ദേഹത്തിന് നിപ്പ് കാണണം. ആ ചൂണ്ടി നിൽക്കുന്നു. ഇത്രയും ഗംഭീരനായ ഒരു മനുഷ്യനാണെങ്കിൽ എന്ത് ചെയ്യാൻ മടിയില്ലാത്തവരാണെങ്കിലും ഒരു പകപ്പുണ്ടായാണ്. ആ പകയ്ക്കണമെങ്കിൽ നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്നയാളാണ് അതുപോലെ അഭിനയിക്കുന്നത്. അപ്പൊ അഭിനയിക്കാൻ അയാളുടെ ആ ഒരു മാനസികമായ അവസ്ഥ ഉണ്ടാകും. ഞങ്ങളെ പൊടിപടലുള്ള ഇവിടെ ദേശാഭിക്കുന്ന സ്ഥലത്താണ് മുഴുവൻ പൊടിയാണ്. പൊടിയുന്നത് പൊടിയും
കാറ്റും അവനെ എല്ലാവരും അവശരായി ഇവിടെ വെച്ചാണ്. പക്ഷെ അവിടെ ഇദ്ദേഹം തോക്കുപാട് നിൽക്കുന്നതാണ് നമുക്ക് ശരിക്കും ഭയം തോന്നിപ്പിക്കണം. അതാണ് നടക്കുന്നത്. അതിനുണ്ടാകുന്ന കൂടെ നിൽക്കുമ്പോൾ ഞാൻ അറിയാതെ എന്തെങ്കിലും ഉണ്ടാവും. ആ ഒരു കൊടുക്കൽവാങ്ങളുണ്ട് കളികളുടെ ഭാഗത്ത്. അതാണ് നമ്മുടെ